നിങ്ങൾ ജോർജിയയിൽ പോവാണെങ്കിൽ ജോർജിയയിലുള്ള വലിയൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ജോർജിയയിൽ 6 വർഷം MBBS കഴിഞ്ഞ ആളെ ജൂനിയർ ഡോക്ടറായിട്ടാണ് പരിഗണിക്കുക. ജൂനിയർ ഡോക്ടർക്ക് ഞാൻ ജോർജിയൻ മെഡിക്കൽ ലോ ഫുള്ള് വായിച്ചതാണ്. ജൂനിയർ ഡോക്ടർക്ക് മരുന്ന് എഴുതാൻ അധികാരമില്ല. അൺലെസ് ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ വരുന്ന വേറെ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ വരെ അവർക്ക് മരുന്ന് എഴുതാൻ അവകാശമില്ല. റൈറ്റ്. അവിടുത്തെ ഒരാൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറായി മാറണം എന്നുണ്ടെങ്കിൽ അയാൾ 3 വർഷത്തെ PG കൂടി ചെയ്യണം. 3 വർഷത്തെ PG ജോർജിയൻ ഭാഷയിലാണ്. ഒരു ഇന്ത്യക്കാരൻ ഇതുവരെ അവിടെ ചെയ്തതായിട്ട് നമുക്കാർക്കും അറിവില്ല. അപ്പോൾ 9 വർഷമായി. 9 വർഷം കഴിഞ്ഞിട്ട് നേരത്തെ വന്ന പോലെ ഇവിടുത്തെ ഒരു 10 വർഷത്തെ കട്ട് ഓഫ് എന്തായാലും അയാൾക്ക് പാലിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ജൂനിയർ ഡോക്ടറെ NMC ഇതൊരു ലൈസൻസ് ആയിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ, നേരത്തെ പറഞ്ഞു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ അവരുടെ അംഗത്വം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ഇതെടുക്കുമോ എന്നുള്ളത് എന്താണ് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം 2028 കിട്ടാൻ പോകുന്നുള്ളൂ. ഇപ്പോഴും ആർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. ഈജിപ്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈജിപ്തിൽ 5 വർഷത്തെ MBBS പഠനത്തിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സിറ്റിസൺസിന് ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ 2 വർഷത്തെ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് 7 വർഷമായി. ആ 7 വർഷത്തെ കഴിഞ്ഞ് അവിടുത്തെ ഒരു എക്സാം പാസ്സായിട്ട് വേണം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ, FMG എക്സാം എഴുതാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ബാക്കി രാജ്യങ്ങളിൽ വല്ല കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ എനിക്കറിയില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സ് ഒന്നും എന്തല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ അല്ല. ഏജൻസീസ് പറയുന്നത് വിശ്വസിച്ച് ആളുകൾ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തത്, അപ്പോൾ ഇത് നമ്മൾ ആ രാജ്യത്തെ നിയമം കൃത്യമായി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും.